അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട ഭാവികളെ, ഒരുപാട് പേര് കമൻറ്റിലൂടെ ഒട്ടനവധി വിഷയങ്ങൾ ദുആയിൽ ഞങ്ങൾ ഓർക്കണം, ചേർക്കണം, പൊരിശയാക്കപ്പെട്ട റമദാനിൻ്റെ ആദ്യത്തെ രാവിൽ ഞങ്ങളെ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്ത് മുഴുവൻ കാതോർക്കുന്ന പൊരിശയാക്കപ്പെട്ട റമദാനിൻ്റെ ആദ്യത്തെ രാവ് പിറ കണ്ടാൽ ഇന്നത്തെ രാവായി നമുക്ക് കയറി വരും. ആ വലിയ സൗഭാഗ്യം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഏറ്റവും പ്രഗത്ഭമായി ഇക്കൊല്ലത്തെ റമദാനിൻ്റെ പരിശുദ്ധമായ നോമ്പിൻ്റെ തറാവീഹിൻ്റെ എല്ലാ കൂലിയും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ നമുക്ക് ഇന്ന് ചെയ്യേണ്ടതും ചൊല്ലേണ്ടതും അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ ഓടിച്ചു പറഞ്ഞു പോവാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു ആകാശലോകത്തിൻ്റെ കവാടങ്ങളെല്ലാം തുറന്നു വെക്കുന്ന, അതേപോലെ സ്വർഗത്തിൻ്റെ വാതിലെല്ലാം തുറന്നു വെക്കുന്ന, നരകത്തിൻ്റെ വാതിലുകളൊക്കെ അള്ളാഹു അടച്ചു കളയുന്ന, പിശാചുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുന്ന ഒരു മഹനീയമായ മുഹൂർത്തം പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ രാവ് ഒരു വിശ്വാസിക്ക് കിട്ടിയാൽ റമദാൻ മുഴുവൻ കിട്ടുന്നത് പോലെയാണ്. നെല്ലറല്ലാഹു ഇലൈഹിം നെല്ലറ റഹ്മ. അള്ളാഹു കാരുണ്യത്തിൻ്റെ ഒരു മനോഹരമായ നോട്ടം ഈ പരിശുദ്ധ രാവിൽ ഉമ്മത്തിനെ, മുഅ്മിനീങ്ങളെ നോക്കുമെന്നാണ്. അപ്പോൾ ഈ രാവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ, ഈ രാവ് നമുക്ക് തന്നതിൽ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതാണ് ആദ്യം വേണ്ടത്. എന്ത് ചെയ്യണം? നമ്മൾ മിനിമം ഒരുപാട് ദിക്കറുകളൊക്കെ ഈ വിഷയത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും, പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഏറ്റവും ഷോർട്ടായി നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. റമദാനിൻ്റെ പിറ കണ്ട് കയറി വന്നാൽ ആദ്യ രാവിൽ തന്നെ അല്ലാഹു അക്ബർ. ശേഷം ദുആകൾ വിശാലമായി വരുന്നുണ്ട്. നമുക്കറിയാവുന്നവർക്ക് ചെല്ലാൻ പറ്റും. അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലുൽ ഉസ്തിം വഖൈർ അമൻതു ബില്ലാഹി അല്ലദീ ഖലഖ. അത് 3 വട്ടം പറയാം. അൽഹംദുലില്ലാഹി അല്ലദീ ദഹബ ബിശഹരി, നമ്മളുടെ ഇപ്പോൾ നിലകൊള്ളുന്ന മാസം. അൽഹംദുലില്ലാഹി അല്ലദീ ദഹബ ബിശഹരി. അറിയാവുന്നവർക്ക് മനോഹരമായി ആ ദിക്റുകളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. മിനിമം നമ്മൾ എന്ത് പറയണമെന്നറിയോ? അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തിനാ ഈ ശുക്ർ, ഈ നന്ദി പറയുന്നത്? ഈ പരിശുദ്ധമായ മാസത്തിലേക്ക് നമുക്ക് ഒരു അവസരം തന്നതിൽ, റമദാനിൻ്റെ ആ പിറയുടെ, അതായത് ആദ്യത്തെ രാവിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളുണ്ട്, മണിക്കൂറുകൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളുണ്ട്. അള്ളാഹു അവസരം തന്നല്ലോ ഈ പരിശുദ്ധ മാസത്തിലേക്ക്. അതിന് മനസ്സ് നിറച്ച അൽഹംദുലില്ലാഹ് എന്നൊരു വാക്ക് പറഞ്ഞാൽ ലഇൻ ശകർതും ലഅസീദന്നകും. അള്ളാഹു ഇനി ഒരുപാട് റമദാൻ്റെ മഹത്വം വാരിക്കോരി നമുക്ക് നൽകും എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനോട് നന്ദി വാക്ക് മിനിമം അൽഹംദുലില്ലാഹ് എന്ന് പറയണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? എന്നിട്ട് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക്, അറിയാലോ, തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക്, ഒരു വട്ടം നമ്മൾ ഓതണം. അങ്ങനെ ഓതിയാൽ ചുമ്മാ ഓതിയാൽ പോരാ, സുന്നത്താണ് എന്നുള്ള നിയ്യത്തിൽ തന്നെ ഓതണം. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഫറലിൻ്റെ കൂലിയ. റമദാൻ്റെ ആദ്യ രാവാകുമ്പോൾ ഓരോ സുന്നത്തിനും ഫറലിൻ്റെ കൂലിയ. ഫറലിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും. റമദാനിൻ്റെ 30 ദിവസം നമുക്ക് നോമ്പ് പിടിക്കാനും തറാവി നിസ്കരിക്കാനും ഖുർആൻ ഓതാനും എല്ലാം ആരോഗ്യപരമായ മനസ്സിന് നല്ല ഉന്മേഷം കിട്ടും. ഒരു പ്രയാസമോ വിഷമത്തിലൊന്നും നമ്മൾ അകപ്പെട്ടു പോകില്ല. 30 ദിവസത്തേക്കൊരു സെക്യൂരിറ്റിയായി ഈ ആയത്തുകൾ കൂടെ നിൽക്കുമെന്നാണ് ഉലമാ പറയുന്നത്. അപ്പോൾ ആ നിയ്യത്ത് വെച്ചിട്ട് തന്നെ സൂറത്തുൽ മുൽക്ക് ഒരു വട്ടം ഓതണം. പിന്നെ നമ്മൾ ഓതേണ്ട ഖുർആനിൻ്റെ അത്ഭുത സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സ്വഹാബത്തിനോട് വന്നിട്ട് പറയുന്നുണ്ട്, ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സൂറത്ത് വന്നു, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചു. ആ സൂറത്ത് ഈ ദുനിയാവും അതിലുള്ള സകലമാന സമ്പാദ്യങ്ങളെക്കാൾ ഏറ്റവും അഫ്ളലാണ്, ഏറ്റവും പുണ്യമാണെന്ന് പറഞ്ഞ സൂറത്താണ്. അതാണ് സൂറത്തുൽ ഫത്തഹ് എന്ന് പറയും. സൂറത്തുൽ ഫത്തഹ് നമുക്കൊക്കെ അറിയാം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. ഈ സൂറത്ത് പ്രിയപ്പെട്ടവർ 29 ആയത്തുള്ള ചെറിയൊരു സൂറത്താണ്. ഈ സൂറത്ത് മനസ്സറിഞ്ഞ് ഖൽബറിഞ്ഞ് സുന്നത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ ചെയ്യുന്ന സുന്നത്തുകൾക്ക് ഫറലിൻ്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള പോരിശയാക്കപ്പെട്ട മാസത്തിൽ ഖുർആനിൻ്റെ പാരായണം റമദാനിൽ പ്രത്യേകം സുന്നത്തല്ലേ? ഒരു ആയത്ത് ഓതിയാൽ എത്ര പ്രതിഫലം അള്ളാഹു നൽകാൻ പോകുന്നത്. അപ്പോൾ ആ പുണ്യമെല്ലാം മോഹിച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു വട്ടം പരിശുദ്ധമായ സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ തഫ്സീറിൻ്റെ കിതാബിൽ കാണാം. ഇമാം ഖുർത്തുബി തങ്ങളെ പോലുള്ള, ഇസ്മായിൽ ഹക്കി തങ്ങൾ തൻ്റെ റൂഹൽ ബയാൻ അടക്കമുള്ള കിതാബിലേക്ക് രേഖപ്പെടുത്തി വെച്ച മനോഹരമായ ഹദീസുണ്ട്. എന്താ ഹദീസ്? പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ രാവിൽ സൂറത്തുൽ ഫത്തഹ്, പേര് തന്നെ ഫത്തഹാണ്, വിജയമാണ്, എവിടെയും വിജയമാണ്.
ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ജോലിയിൽ, കച്ചവടത്തിൽ, ഇടപാടിൽ, പഠനത്തിൽ, മക്കളിൽ, എല്ലാറ്റിലും A to Z നമ്മൾ ബന്ധപ്പെടുന്ന സകല മേഖലയിലും ബറക്കത്തുറപ്പാകുന്ന, വിജയമുറപ്പാകുന്ന സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അത് ഒരു വട്ടം പാരായണം ചെയ്താൽ അടുത്ത ഒരു വർഷം വരെ സാമ്പത്തിക വരുമാന സമ്പൽ സമൃദ്ധി നമ്മിലേക്ക് ഒഴുകിയെത്തും എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവർ വിശകമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒരു കൊല്ലത്തേക്ക് നമുക്ക് എല്ലാം ബറക്കത്ത്, പ്രത്യേകിച്ച് സാമ്പത്തിക വരുമാനം, കടങ്ങളിൽ പ്രയാസപ്പെട്ട ആളുകളുണ്ടാകും, ഈ സാമ്പത്തികമായ ടൈറ്റ് ഫിറ്റ് വന്നിട്ട് ഇടങ്ങേറാവുന്ന ആളുകളുണ്ടാകും. അതിലൊക്കെ സന്തോഷകരമായ വലിയ ബറക്കത്ത് കിട്ടാൻ ഈ പരിശുദ്ധ സൂറത്ത് ഇന്നത്തെ നാവിൽ പിറ കണ്ടുവെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു വട്ടം നമ്മൾ ഓതണം. നിസ്സാര മിനിറ്റ് മതി പ്രിയപ്പെട്ടവരെ. പക്ഷെ കിട്ടാൻ പോകുന്നത് ഒരു കൊല്ലത്തിൻ്റെ മുഴുവൻ ലാഭമാണ്. ഹദീസിൻ്റെ മറ്റു റിവായത്തിൽ കാണാം, കുല്ലു ഖൈറും കിട്ടും, എല്ലാ നന്മയും നമുക്ക് കിട്ടാൻ ഈ സൂറത്ത് കാരണമാകും, സൂറത്തുൽ ഫത്ഹ്. അപ്പോൾ ഒരു വട്ടം നിങ്ങൾ മറക്കാതെ ഓർത്ത് പാരായണം ചെയ്യണം, അതുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട് ചെയ്യേണ്ട ദുആ, അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അലീമൽ മുബാറക ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വറിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വമൻ തഅല്ലഖു ബിനാ മിനദ് ദൈനി വൽ മളാലിമി വന്നാർ. പരിശുദ്ധ റമദാനിൽ 1 മുതൽ 30 വരെ ഓതേണ്ട ദുആയാണ്. റമദാൻ അനുകൂലമാക്കി തരണം, പ്രതികൂലമാക്കല്ലേ എന്നാണ് ദുആയുടെ അർത്ഥം. അത് മനസ്സറിഞ്ഞ് പറയണം. പിന്നെ പിറ കണ്ടാൽ ആദ്യത്തെ രാവിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങളിൽ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അത് മറക്കാതെ നമ്മൾ പാരായണം ചെയ്യേണ്ടതാണ്. അതായത് കരുണ ചോദിക്കണം. അള്ളാഹുവിൻ്റെ കരുണ ചോദിച്ച് അത് നേടിയെടുക്കുന്നവർക്ക് ഞാൻ പറയട്ടെ നിങ്ങളോട്, റമദാനിൻ്റെ ആദ്യത്തെ രാവ്, ഇന്ന് പിറ കണ്ടാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ഉറപ്പായി നമ്മൾ ഈ ദുആ ചെയ്താൽ അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ ഒരു നോട്ടം മതിയാകും നമുക്ക് വിജയിക്കാൻ. അത് ഓർമ്മ വേണം. മറ്റൊരു കാര്യമാണ് നോമ്പിൻ്റെ നിയ്യത്ത് വെക്കുക. ഒന്ന് കോമൺ ആയിട്ട് എല്ലാ ദിവസത്തെയും ഈ കൊല്ലത്തെ റമദാനിൻ്റെ എല്ലാ ഫർളും നോമ്പെടുക്കാനും ഞാൻ കരുതിയിരിക്കുന്നു അല്ലാ എന്ന് മനസ്സിൽ കരുതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നോമ്പിൻ്റെയും പ്രതിഫലം നമുക്ക് നൽകാനും, ഒരു ദിവസം നോമ്പിൻ്റെ നിയ്യത്ത് മറന്നുപോയാലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ സൗഭാഗ്യമാണ്. അപ്പം മൊത്തത്തിൽ കോമണായി നിയ്യത്ത് വെക്കണം. അതോടൊപ്പം നാളത്തെ നോമ്പ് എന്നുള്ള നിയ്യത്ത് പ്രത്യേകം നമ്മൾ നവൈത്തു സൗമഗദിൻ എന്നതായി അറിയാലോ, അത് പ്രത്യേകിച്ച് നമ്മൾ വെക്കണ കാര്യം ഓർക്കണം. പിന്നെ ദുആ ചെയ്യുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്ന, ഇജാബത്ത് ഇറങ്ങുന്ന റമദാൻ്റെ ആദ്യ രാവിൽ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. ആകാശത്തിൻ്റെ കവാടം തുറക്കുന്ന അതിൻ്റെ ഓപ്പൺ ദിവസമാണ്, അതിൻ്റെ സ്റ്റാർട്ടിങ് ഉദ്ഘാടനമാണ്. നമ്മൾ ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ അന്നൗമു മഅൽ ഉളൂഇ, എപ്പോൾ നമ്മൾ കിടന്നാലും റമദാനിൻ്റെ സകല രാത്രികളിലും ഉളൂഓടുകൂടെ കിടക്കുന്ന കാര്യം ഓർക്കണം. പീരീഡ്സിൻ്റെ സമയത്തല്ലാത്ത മുഴുവൻ സഹോദരിമാരും ഉളൂ ചെയ്ത് കിടക്കാൻ വേണ്ടി ഓർക്കണം. എല്ലാ സഹോദരന്മാരും ഉളൂ ചെയ്തിട്ട് കിടക്കണം. അത് ഉറക്കത്തിൻ്റെ അവസ്ഥയല്ല, നിസ്കാരത്തിൻ്റെ കൂലിയാണ് ഒന്നുകൂടെ കിടന്നാൽ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മളുടെ അത്താഴം കഴിക്കൽ. ഇന്നത്തെ രാവിൽ പിറ കണ്ടുവെന്ന് ബോധ്യപ്പെട്ടാൽ നിർബന്ധമായി നമ്മൾ അത്താഴത്തിന് എണീക്കണം. അത്താഴം പരമാവധി വൈകിപ്പിച്ച് സുബഹിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പായി അത്താഴം തീർക്കുന്ന അവസ്ഥ. ആ സമയത്ത് പ്രത്യേകം സുഗന്ധം തേച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകിച്ച് ദ്വാരക്ക് ഭയങ്കര ഇജാബത്താണ്, സൗഭാഗ്യമാണ്. കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് നോമ്പ് അള്ളാഹു കൊടുത്തു, പക്ഷെ അത്താഴം കൊടുത്തില്ല. ഈ ഉമ്മത്തിൻ്റെ വെറൈറ്റി പ്രത്യേകതയാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ നേടാൻ വേണ്ടി നോക്കണം. പരമാവധി നോമ്പ് തുറക്കൽ ഇബാദത്താണ്, നോമ്പ് തുറപ്പിക്കൽ അതിനേക്കാളും വലിയ ഇബാദത്താണ്, ഒരുപാട് കൂലി കിട്ടുന്ന അമലാണ്. ഇതൊക്കെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പ്രിയപ്പെട്ടവരെ ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർക്കണമെന്ന് എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ദുആയിൽ ഓർക്കണം. ഒരു കണ്ടീഷനുണ്ട്, നിർബന്ധമായിട്ട് കമൻറ്റ് രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം, പരമാവധി ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെല്ലാം അല്ലാഹു ചേർത്ത് തരട്ടെ. നമുക്ക് അപ്ഡേറ്റഡ് ആയി ഇനി വിഷയങ്ങൾ പറയാനുണ്ട്. ക്ലാസ് കാതോർക്കണം, നിർബന്ധമായിട്ട് നമ്മൾ അതിൻ്റെ പങ്കാളിയാകണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സഹായിക്കട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.